ചില സമയത്ത് നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിച്ചു പോകും. ഇദ്ദേഹം എന്താ ഇങ്ങനെയെന്ന് ചിലപ്പോൾ ഞാൻ LJPനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കും, അദ്ദേഹം തിരിച്ച് എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കും, ഇവൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിന് ഇപ്പം അടുത്ത് നമ്മൾ എംപുരാൻ്റെ ലോഞ്ചിൽ വെച്ച് കണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി വെരി കോർഡിയൽ. അതൊക്കെ ആ സിനിമ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞില്ലേ ആണോ എന്നാൽ ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ അത് അവരെ തലയിൽ ആ സമയത്ത് വരുന്ന ഒരു കാര്യത്തിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് മാത്രം ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഒരു വിഷയമേ അല്ല ചില ആൾക്കാർക്ക്. ലാലേട്ടന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനത്തെ സീനുകൾ അദ്ദേഹം തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും പല സമയങ്ങളിൽ. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടില്ലേ? അടുത്തില്ലെങ്കിൽ പോലും ഇല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചില ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കണമെന്ന് ഏറ്റവും ആദ്യം അറിയുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെയാണ്. ഇപ്പോൾ ലാൽ സാറൊക്കെയാണ്. അപ്പോൾ ലാൽ സാർ മോനെ എല്ലാം ഓക്കെ ആണോ അവിടെ ചോദിക്കും. അതായത് അങ്ങനെയാണ് ചോദിക്കുന്നത്, മോനെ അവിടെ എല്ലാം ഓക്കെ ആണോ ചോദിക്കും. ഇപ്പം ഞാൻ അവിടെ കുറച്ചും കൂടെ വിചാരിക്കുന്നത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സാർ അതൊക്കെ ഓക്കെയാണ്, അവിടെ എല്ലാം നന്നായിട്ട് നടക്കുന്നത്. പിന്നെ ചില സാധനങ്ങൾ ഇംപ്രവൈസേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളത് മാക്സിമം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ.